രാജേഷ് നാഥപുരം നമുക്ക് സമയക്കുറവുകൊണ്ട് സമർപ്പിക്കാം. ഇത് ഈ ശബരിമലയിൽ മാത്രമല്ല, സ്വാഭാവികമായിട്ടും കൊട്ടാരക്കരയിൽ നമ്മൾ കണ്ടു. ഇനി അടുത്ത ഉന്നം ശ്രീപത്മനാഭൻ്റെ അറകളിലേക്കാണ്. അതും കൂടി വേഗം ദേവസ്വത്തിൻ്റെ ഭാഗമാക്കണം എന്ന് മുറവിളി കൂട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിനൊരു പരിഹാരം? ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് ഹിന്ദു ക്ഷേത്രം. പക്ഷെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇതിന് ഒരു കണക്കുമില്ല എന്നതാണ് ക്ഷേത്രങ്ങളുടെ ഒരു ഗതികേട്. ഭണ്ഡാരത്തിൽ പൈസ ഇടുന്ന ലക്ഷക്കണക്കിന് ഭക്തന്റെ പണം എപ്പോൾ തുറന്നെടുക്കണം, ആരെടുക്കണം, എങ്ങനെ എണ്ണണം, ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം, എപ്പോൾ ഓഡിറ്റ് നടത്തണം, ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെ വാങ്ങണം, വാങ്ങരുത്, എത്രയാണ് സാലറി, ഇതിനൊന്നും ഒരു കണക്കും സത്യത്തിൽ നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രത്തിലും കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടക്കാറില്ല. വരുമാനം കുത്തി നിറയപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് ഈ രാഷ്ട്രീയക്കാർക്ക് വീതം വെച്ചെടുക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാഷ്ട്രീയക്കാരനാണ്. ഇപ്പൊ ഞങ്ങളുടെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുമാഷാണ്. BJPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി ചേർന്നു എന്ന ഒരൊറ്റ യോഗ്യത അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പക്കാ കമ്മ്യൂണിസ്റ്റുകാരാണ് മലബാർ ദേവസ്വം ബോർഡ് എങ്ങനെ നടത്തണം, എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുവിനോട് താല്പര്യമുള്ള, ഹിന്ദു ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല ഇന്ന് ഇടതായാലും വലതായാലെങ്കിലും നമ്മുടെ നാടിലെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മളിതൊക്കെ മാറ്റിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വന്നാൽ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റി എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. മനുവിന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, എന്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങൾ വളർത്തുന്ന വിളവ് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടക്കണം. എന്നാൽ ഞാൻ ഫൈൻ അടക്കേണ്ടതില്ല, നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഒരു ഫൈനും തരേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സ്വത്ത്, നമ്മുടെ ക്ഷേത്രം, നമ്മുടെ വിശ്വാസം, നമ്മുടെ അയ്യപ്പന്റെ പൊന്ന് എല്ലാം സംരക്ഷിക്കുവാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ കയറി ഇടപെടും എന്ന കാര്യം തീർച്ചയാണ്. ദുർബലമായ ശരീരത്തിൽ രോഗാണു അതിവേഗം കയറും, അത് ക്യാൻസർ ആയിട്ട് മാറും, അത് ശരീരത്തെ തന്നെ ഇല്ലാതാക്കും എന്നറിയാം. ഇത് ഉത്തര ഭാരതത്തിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കിയതാണ്. രാമനെ നിമിത്തമാക്കി ഉത്തര ഭാരതം മുഴുവൻ അവർ ഒരു നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകണം, വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാവണം, രാഷ്ട്രീയ അജണ്ട ഉണ്ടാവണം, പ്രത്യക്ഷമായ അജണ്ട. അയ്യപ്പനെ മുൻനിർത്തി കേരളം പിടിക്കണം BJP. ഇത് രാഷ്ട്രീയ അജണ്ട തന്നെ ആയിരിക്കണം. രാമനെ മുൻനിർത്തി രാഷ്ട്രം എങ്ങനെ ഇന്ന് ചിന്തിക്കുന്നു, രാഷ്ട്രം എങ്ങനെ സഞ്ചരിക്കുന്നു, അതുപോലെ അയ്യപ്പനാണ് കേരളത്തിന്റെ രാമൻ. ആ രീതിയിൽ രാമനെയും അയ്യപ്പനെയും അയ്യപ്പന്റെ വിശ്വാസങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഈ പറയുന്ന വിശ്വാസികൾ കൂടെ മാത്രമേ കഴിയുള്ളൂ. ഞങ്ങൾ ശബരിമലയിൽ കൊടുക്കുന്ന പൊന്നാണെങ്കിലും പണമാണെങ്കിലും നാളികേരമാണെങ്കിലും അത് കൃത്യമായിട്ട് ഹിന്ദുവിന്റെ ക്ഷേമത്തിന് ഉപയോഗിക്കപ്പെടും എന്ന് മനസ്സിലാക്കണം. വാവര് പള്ളിയിൽ കൊടുക്കുന്ന ഒരു ചില്ലിക്കാശിന്റെ കണക്ക് അസ്കറിന്റെ പാർട്ടിയുടെ കയ്യിൽ ഉണ്ടാവില്ല. വാവരുടെ പള്ളിയിൽ കൊടുക്കുന്ന ഹിന്ദുവിന്റെ കുരുമുളകും നാളികേരവും പണവും മതത്തിന്റെ കാര്യങ്ങൾക്ക് 100% ചിലവഴിക്കുമ്പോൾ അതേ ഭക്തൻ നടന്നു കയറി ശബരിമലയിലെ ഭണ്ഡാരത്തിലിടുന്ന പണവും പൊന്നും മോഷ്ടാക്കൾ തട്ടിപ്പറച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടും നമ്മൾ ഹിന്ദുക്കൾ നിശബ്ദരായിരുന്ന